Hello everyone, welcome to G-Pod Class 8. It's me and Nafi. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ അതിൽ ആറാമത്തെ ചാപ്റ്റർ റീഡിംഗ് മാപ്സ് അഥവാ ഭൂപടങ്ങൾ വായിക്കുക എന്നുള്ള ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ സംശയം ഉണ്ടാവും, സാർ ഈ ആറാമത്തെ ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ അല്ലേ, ഇതിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കും. അപ്പോൾ 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞു, ഈ ചാപ്റ്റർ എല്ലാ ടോപ്പിക്കും സെറ്റായെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി ടൈപ്പ് ചെയ്യുക, സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി ചോദിച്ചോ, ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടോ, റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ് ആൻഡ് വെതർ മാപ്പ്, ജ്യോതിശാസ്ത്ര ഭൂപടവും കാലാവസ്ഥാ ഭൂപടവും. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഭൂപടങ്ങളെ കുറിച്ചില്ല, ആസ്ട്രോണമിക്കൽ മാപ്പ് ആൻഡ് വെതർ മാപ്പ് അല്ലെ, ജ്യോതിശാസ്ത്ര ഭൂപടത്തെ കുറിച്ചിട്ടും കാലാവസ്ഥാ ഭൂപടത്തെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭൂപടത്തെ കുറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ലാൻഡ് യൂസ്, ഭൂവിനിയോഗം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടം ഏതാടാ, ലാൻഡ് യൂസ് മാപ്പ് അഥവാ ഭൂവിനിയോഗ ഭൂപടമാണ്. ഫോർ ദ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഭൂപടമാണ് ഏത്, ആസ്ട്രോണമിക്കൽ മാപ്പ് അഥവാ ജ്യോതിശാസ്ത്ര ഭൂപടം. ഫോർ മെട്രോളജിക്കൽ സ്റ്റഡീസ്, കാലാവസ്ഥാ പഠനങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പാണ് ഇത്, വെതർ മാപ്പ് അഥവാ കാലാവസ്ഥാ ഭൂപടം. ഫോർ മിലിറ്ററി പേർപ്പസ്, സൈനിക ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പാണ് ഇത്, മിലിറ്ററി മാപ്പ് അഥവാ സൈനിക ഭൂപടം. ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, രാഷ്ട്രീയ അതിരുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടമാണ് ഇത്, പൊളിറ്റിക്കൽ മാപ്പ് അഥവാ രാഷ്ട്രീയ ഭൂപടം. ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് ഇത്, ഹിസ്റ്റോറിക്കൽ മാപ്പ് അഥവാ ചരിത്ര ഭൂപടം. പഠിച്ചു വെച്ചിട്ടോ, ഓരോ മാപ്പും അതിൻ്റെ ഉപയോഗവും ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ, തോതിനെ അടിസ്ഥാനമാക്കിയുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം ഏതൊക്കെയാണ്, സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങളും ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങളും അല്ലേ. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ സ്ഥലങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടം, അതായത് വലിയ രാജ്യം അല്ലെങ്കിൽ കൺട്രി, കോണ്ടിനെൻ്റ്, അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇഫ് ലാർജ് ഏരിയ സച്ച് ആസ് വേൾഡ്, കോണ്ടിനെന്റ്സ്, കൺട്രീസ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ depicted in a small sheet of paper, only little information can be incorporated into a map showing only the important information of a larger areas are called small scale map. അതായത് വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം കാണിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ചെറിയ പ്രദേശങ്ങളെ വലുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങൾ. ഇഫ് ദ ഏരിയ ടു ബി ഡിപിക്റ്റഡ് ഇൻ എ കമ്പാരിറ്റീവ്ലി സ്മോളർ റീജിയൻ ലൈക്ക് വാർഡ് ഓർ വില്ലേജ്, മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് അല്ലേ. മാപ്പ് റെപ്രസെന്റേറ്റിംഗ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഓഫ് എ സ്മോൾ ഏരിയ ആർ കോൾഡ് ലാർജ് സ്കെയിൽ മാപ്പ്. അതായത് ഒരു ചെറിയ പ്രദേശത്തിന്റെ വിശദമായ വിവരങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ പഠിച്ചു വെച്ചോ, ഇതിന് എക്സാമ്പിൾ ഓർത്ത് വെച്ചോട്ടോ. സ്മോൾ സ്കെയിൽ മാപ്പിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്, ചെറിയ തോത് ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും ആണ്. ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണം ഏതൊക്കെയാണ്, കഡസ്ട്രൽ മാപ്പും ടോപ്പോഗ്രാഫിക് മാപ്പ്, അതായത് കഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ. ശ്രദ്ധിക്കണേ, ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളുടെ വർഗീകരണങ്ങൾ ഏതൊക്കെയാണ് ഫംഗ്ഷന്റെ ബേസിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഏതൊക്കെയാണ്, ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ് അല്ലെ, ഭൗതിക ഭൂപടവും സാംസ്കാരിക ഭൂപടവും. എന്താണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ, ദ മാപ്പ് വിച്ച് ഡെപിക്ട് ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫേസ്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രകൃതിദത്ത സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, എന്താ വിളിക്കുക, ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം. ശ്രദ്ധിച്ചു, എന്താ ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ, നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിദത്തമായ സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം. ഇനി കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ, മാൻമെയ്ഡ് ഫീച്ചേഴ്സ് അല്ലെ, മനുഷ്യനിർമ്മിതമായ സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം. ഈ ഫിസിക്കൽ മാപ്പിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഭൗതിക ഭൂപടത്തിൽ എന്തൊക്കെ കാണിക്കുക, നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങളല്ലേ, റിവർ പുഴ കാണിക്കും, ഫോറസ്റ്റ് വനം കാണിക്കും, അതൊക്കെ കാണിക്കും. ഇനി കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടത്തിൽ എന്താ കാണിക്കുക, മാൻമെയ്ഡ് കാര്യങ്ങളല്ലേ, റോഡ്, വീട്, അങ്ങനത്തെ സാധനങ്ങൾ കാണിക്കുന്ന ഭൂപടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണ്, ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കണം. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഭൗതിക ഭൂപടത്തിനും സാംസ്കാരിക ഭൂപടത്തിനും ഉദാഹരണങ്ങൾ എഴുതാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടത്തിൻ്റെ എക്സാമ്പിൾ, സോയിൽ മാപ്പ് മണ്ണ് ഭൂപടമുണ്ട്, ക്ലൈമറ്റ് മാപ്പ് കാലാവസ്ഥാ ഭൂപടമുണ്ട്, ആസ്ട്രോണമിക്കൽ മാപ്പ് ജ്യോതിശാസ്ത്ര ഭൂപടമുണ്ട്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് നൈസർഗിക സസ്യജാല ഭൂപടമുണ്ട്, ഫിസിയോഗ്രഫി മാപ്പ് ഭൂപ്രകൃതി ഭൂപടമുണ്ട്. ഇനി കൾച്ചറൽ മാപ്പിലോ പൊളിറ്റിക്കൽ മാപ്പ് രാഷ്ട്രീയ ഭൂപടമുണ്ട്, അഗ്രികൾച്ചർ മാപ്പ്
കാർഷിക ഭൂപടം ഉണ്ട്, ഇൻഡസ്ട്രിയൽ മാപ്പ്, വ്യവസായ ഭൂപടം. അപ്പോൾ എല്ലാത്തിനും 3 എക്സാമ്പിൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എന്തിനൊക്കെ ചിഹ്നമാണ്, ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഈ ചിഹ്നങ്ങൾ പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും എന്തിൻ്റെ ചിഹ്നമാണ് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് നിങ്ങളെ സ്കൂളും കൂടി ചെയ്ത് കമൻറ്റ് ചെയ്തോട്ടോ. യെസ്, എ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർട്ട് അഥവാ കോട്ടയാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രേവ്യാർഡ് അഥവാ ശവപ്പറമ്പാട്ട്. അപ്പോൾ ഈ നിറങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാപ്പിൽ നമ്മൾ സിമ്പിൾസ് ഇതേപോലെ ചിഹ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ചിഹ്നത്തെയും കാണിക്കാൻ ഓരോരോ നിറമാണ് അല്ലേ. നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം എന്താ, ഗ്രീൻ അഥവാ പച്ചയാണ്. യെല്ലോ, മഞ്ഞ എന്തിനാ ഉപയോഗിക്കുക, കൃഷിയിടങ്ങൾ, അതായത് കൃഷിയിടങ്ങളെ കാണിക്കാനാണ്. റെഡ്, ചുവപ്പ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുക, സെറ്റിൽമെൻറ്റ്സ് ആൻഡ് റോഡ്സ്, പാർപ്പിടങ്ങളും റോഡുകളും കാണിക്കാനാണ്. ബ്ലാക്ക് അഥവാ കറുപ്പ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക, റെയിൽവേ ലൈൻ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിൽ, അതായത് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ, ഇതൊക്കെ കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് അഥവാ കറുപ്പ് ഉപയോഗിക്കുക. ഈ നിറങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഈ ചിഹ്നങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോന്നും എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. ഇത് മെറ്റൽ റോഡ്, ടാറിട്ട റോഡാണ്, റെയിൽവേ ലൈൻ, തീവണ്ടിപ്പാത, സ്ട്രീം, അരുവി. അതുപോലെ ഈ ചിഹ്നങ്ങൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ഹോംവർക്ക് ഞാൻ തരുന്നുണ്ട്, ഇതും നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ തീമാറ്റിക് മാപ്സ്, എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ, എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അതേപോലെ തന്നെ വിച്ച് ആർ ദി ഫാക്ടേഴ്സ് നീഡഡ് ഫോർ മാപ്പ് റീഡിംഗ്, ഭൂപട വായനക്ക്, ഭൂപടങ്ങൾ വായിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെ, മാപ്പ് റീഡിംഗ് അഥവാ ഭൂപട വായനക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നമ്മൾ എജുപോണിൻ്റെ ലൈവ് കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആവും, എല്ലാം ഓക്കെ ആവും, എല്ലാം റെഡി ആവും. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. നിങ്ങളെ തേടി ബെസ്റ്റ് റിസൾട്ട് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും മക്കളെ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. 8ാം ക്ലാസ്സിലെ എക്സാം എല്ലാവർക്കും ഈസി ആവട്ടെ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾ ഈ 6ാമത്തെ പാഠത്തിൽ ആനുവൽ എക്സാമിന് എന്താ ചോദിക്കാൻ അറിയാത്തവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും എക്സാം സെറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.